നമസ്തേ. ചിന്നു ചിലങ്കയും മിസാൻ നാടകവും സ്നേഹലത റെഡ്ഡിയും തന്നെയാണ് വിഷയം. അതിൽ നിന്ന് മാറിക്കൊണ്ട് ഇന്ന് മറ്റൊരു വിഷയം എടുക്കാൻ നമുക്ക് സാധിക്കില്ല തന്നെ. എന്തായാലും ചിന്നു ചിലങ്ക വളരെ ആത്മവിശ്വാസത്തോടും ധൈര്യത്തോടും കൂടി പറഞ്ഞിരിക്കുന്നു, താൻ ഇനിയും ഇനിയും ഈ നാടകം പല വേദികളിലും അവതരിപ്പിക്കുമെന്നുള്ളത്. ഏതാണ്ട് 9ഓളം വേദികളിൽ ഈ നാടകം അവർ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഈ നാടകം 9 വേദികളിൽ അവതരിപ്പിച്ചപ്പോഴും ആർക്കും ഒരു വിഷയമുണ്ടായില്ല. പിന്നെ എന്താണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളന വേദിയിൽ ഈ നാടകം അവതരിപ്പിക്കുമ്പോൾ ഇത്രയ്ക്ക് കുരുപൊട്ടുന്നത്? പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണല്ലോ. അങ്ങനെ കുരുപൊട്ടാൻ പാടുണ്ടോ എന്നുള്ളത് തന്നെയാണ് ചോദ്യം. എല്ലാ കാര്യങ്ങളും എന്നും നമുക്ക് മൂടിവെക്കാൻ സാധിക്കില്ല. ചരിത്ര സത്യങ്ങൾ എന്തായാലും എന്നായാലും പുറത്തു വരിക തന്നെ ചെയ്യും. നമ്മൾ പറയല്ലോ, സത്യം എന്നായാലും പുറത്തു വരും. ഒരുപക്ഷെ ഒരല്പം വൈകിയേക്കാം. ആ വൈകൽ മാത്രമാണോ ഇവിടെ ഉണ്ടായത്? സ്നേഹലത റെഡ്ഡിയെ കുറിച്ചും എല്ലാവരും അറിയണ്ടേ? നമ്മൾ എന്നും കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവരെ കുറിച്ചും മാത്രമാണോ നമ്മൾ അറിയേണ്ടത്? നമ്മൾ അറിയപ്പെടാതെ പോയിട്ടുള്ള എത്രയോ മഹാന്മാരും മഹതികളും ഈ ഭൂമിയിൽ ജീവിച്ചു പോയിട്ടുണ്ട്. അവരെക്കുറിച്ചും അവർ അനുഭവിച്ചിട്ടുള്ള ആ കാലഘട്ടത്തിലെ വേദനകളെ കുറിച്ചും അവർ പോരാടിയ നിമിഷങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ അറിയേണ്ടത് അനിവാര്യം തന്നെയാണ്. അതിൽ ലവലേശം നമുക്ക് ആശങ്കപ്പെടാനോ അല്ലെങ്കിൽ ഒരടി പിന്നോട്ട് വെക്കാനോ ഇല്ല തന്നെ. അപ്പോ ഈ സ്നേഹലത റെഡ്ഡി ജയിലിൽ വെച്ച് അനുഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളെയാണ് നാടകത്തിന് ആസ്പദമായി അവർ കണ്ടെത്തിയിട്ടുള്ളത്. ഒരു 100 ചുവപ്പൻ അഭിവാദ്യങ്ങൾ, അത് അങ്ങനെ തന്നെ എന്നും ആ സമൂഹത്തിൽ എല്ലായ്പ്പോഴും അവർക്ക് പിന്തുണയായി ഉണ്ടാകും. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, സ്നേഹലത റെഡ്ഡിയെ കുറിച്ച് അറിയേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഞാൻ പറഞ്ഞു. ചരിത്ര സത്യങ്ങളായാലും എന്തായാലും നമുക്ക് അധികകാലം ഒരു സത്യവും മൂടി വെക്കാൻ കഴിയില്ല. ഇവർ ഇതിനെക്കുറിച്ച് ഉള്ള നാടകങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും ചില ചോദ്യങ്ങൾ ഉയർന്നു വരുമല്ലോ. അതിനും നമ്മൾ ഉത്തരം നൽകേണ്ടതല്ലേ, ഇവർ ഉത്തരം നൽകേണ്ടതല്ലേ. പെഹൽഗാം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉണ്ടായപ്പോൾ അവർ ഒന്നും പറഞ്ഞില്ല. അതൊരു നാടകമായി അവതരിപ്പിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. അവിടെ അവർക്ക് ഭരണകൂട ഭീകരതയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് ഭരണകൂട ഭീകരതയെ അവർക്ക് അവിടെ കണ്ടെത്താൻ കഴിയാതെ പോയത്? അത് ഒരു സംശയാസ്പദമായ കാര്യമാണ്. അതിൽ ചില സന്ദേഹങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അതിൽ എനിക്ക് വിഷമം തോന്നുന്നില്ല. ഈ ചോദ്യവും ഉയരേണ്ടതാണ്. ഇന്ത്യ എന്ന ചരിത്ര ഭൂമികയിലെ അറിയപ്പെടാതെ പോയ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അവരിൽ പലരും അറിയപ്പെടാതെ പോയത് എന്തുകൊണ്ടാണ്? ചില ചരിത്ര സത്യങ്ങൾ മൂടിവെക്കപ്പെടുന്നത് കൊണ്ടാണോ? അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചതും. ഈ ചോദ്യം പലരും ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങളെ മാത്രം അടർത്തിയെടുത്തുകൊണ്ട് അതിന് ദൃശ്യാവിഷ്കാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ മോട്ടീവ് എന്താണ് എന്നുള്ളത് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതില്ലേ? ആ തിരിച്ചറിവിലേക്ക് കൂടി വരുമ്പോഴല്ലേ രാഷ്ട്രീയമായിട്ടുള്ള പുനർവായനകൾ നടക്കുകയുള്ളൂ. അപ്പോ ഇതൊന്നും ചെയ്യാതെ ചില കഥാപാത്രങ്ങളെ മാത്രം കൂട്ടുപിടിച്ചുകൊണ്ട് ചില പാർട്ടികളോട് അഭിനിവേശം പുലർത്തുന്നവർ നടത്തുന്ന ചില സാഹസികമായിട്ടുള്ള കാര്യങ്ങളോടാണ് എതിർപ്പ് എല്ലാവരും പ്രകടിപ്പിച്ചത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, എന്തുകൊണ്ടാണ് ഈ നായികമാർ മാത്രം അല്പ വസ്ത്രധാരികളായി പ്രത്യക്ഷപ്പെടുന്നത്? നമ്മൾ എവിടെ നോക്കിയാലും നായകന്മാർക്കെല്ലാം മുഴുനീള വസ്ത്രങ്ങൾ ഉണ്ടാവും. ഈ ഐസിലൂടെ അല്ലെ, മഞ്ഞ് പാളികളിലൂടെ പാറി നടക്കുന്ന പല സിനിമാ ഗാനങ്ങളും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അവിടെയും വസ്ത്രത്തിന് ക്ഷാമമുള്ളത്, അല്ലെങ്കിൽ വസ്ത്രം എന്ന് പറയുന്നത് മാറ്റി നിർത്തപ്പെടുന്ന, അല്ലെങ്കിൽ ഏറ്റവും കുറവ് വസ്ത്രം ഉപയോഗിക്കുന്നത് നായികമാരായിരിക്കും. ഇതിനെല്ലാം നമ്മൾ പറയുന്നത് എന്താണ് എന്നറിയാമോ? ആ കഥാപാത്രത്തിന്റെ അനിവാര്യതയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അനിവാര്യത എന്ന് പറഞ്ഞ് നമുക്ക് ഫാമിലിക്കൊപ്പം പോലും ഇരുന്ന് കാണാൻ പറ്റാത്ത തരത്തിലുള്ള, ഏറ്റവും കൂടുതൽ നഗ്നതാ പ്രദർശനം എന്നുള്ള രീതിയിലേക്ക് പോകുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരു കുടുംബവുമായിട്ട് ചേർന്ന് ഇരുന്ന് കാണാൻ പറ്റാത്ത തരത്തിലുള്ള സീനുകൾ ഉൾപ്പെടെ വരുന്നുണ്ട്. എന്തിന്? പണ്ടൊക്കെ ഈ പറയുന്ന കിസ്സിങ് സീനുകളൊക്കെ നമ്മുടെ സിനിമകളിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും സിനിമകൾ വിജയിച്ചില്ലേ? ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ
ഇത്രയേറെ ഇന്റിമേറ്റ് സീനുകൾ കുത്തി നിറച്ചുകൊണ്ടുള്ള സിനിമകൾ ഉണ്ടായിരുന്നു. അപ്പോഴും സിനിമകൾ വിജയിച്ചിട്ടില്ല. നാടകങ്ങൾ കാണാൻ ആളുകൾ ഉറക്കമിളച്ച് കാത്തിരുന്നിട്ടില്ലേ? എത്രത്തോളം കഥാപാത്രത്തിന് അനുയോജ്യമായ രീതിയിലാണ് അന്നത്തെ എല്ലാവരും അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയും കാലം മാറി, കാലഘട്ടം മാറി. കമലഹാസൻ അങ്ങനെ ചെയ്തിട്ടില്ലേ? മറ്റുള്ളവർ ഇങ്ങനെ ചെയ്തിട്ടില്ലേ എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ എന്നുള്ളതല്ല ഇവിടെ ചോദിക്കുന്നത്. കഥാപാത്രങ്ങൾക്ക് അനിവാര്യമായ രീതിയിൽ വേഷം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളില്ലാതെയും ഇതിനെ പറഞ്ഞു ഫലിപ്പിക്കാനുള്ള കഴിവല്ലേ ഒരു കഴിവായിട്ട് നമ്മൾ വിലയിരുത്തേണ്ടത്. ആ സ്ത്രീ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ആളുകളെ എന്താ പറയാ കുറച്ച് അരോചകം തോന്നിയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ പറയുന്ന പ്രചരിക്കുന്ന ക്ലിപ്പിംഗ് എന്ന് പറയുന്നത്. അത് അവര് പറയുന്നത് പോലെ ആ കഥാപാത്രത്തിന്റെ അനിവാര്യതയായിരിക്കാം. അതിലൊന്നും നമുക്ക് തർക്കം പറയാനില്ല. പക്ഷേ ഈ കഥാപാത്രത്തിന്റെ അനിവാര്യത എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴല്ലേ ഈ വസ്ത്രം എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്ന രീതിയിലേക്ക് പോയത്. വസ്ത്രങ്ങൾ ഇട്ടിട്ടും അല്ലെ, വസ്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടും വളരെ ശക്തമായ കരുത്തുറ്റ കഥാപാത്രങ്ങളെ കാണിച്ചിട്ടുള്ള നാടകങ്ങളും സിനിമകളും ഒക്കെയും നമ്മുടെ തലമുറകൾ ചെയ്തു പോന്നിട്ടുണ്ട്. അന്നൊന്നും ഇത് അനിവാര്യമായിരുന്നില്ല. ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയപ്പോൾ ഹിന്ദി ആയാലും മലയാളമായാലും തെലുങ്കായാലും എന്നൊക്കെ വേണ്ട ഈ സിനിമകളിലെല്ലാം കുത്തി നിറയ്ക്കുന്നത് ഒരു രോമാഞ്ചിഫിക്കേഷൻ വരുന്ന കുളിര് കോരുന്ന ചില സീനുകളൊക്കെ കുത്തി നിറച്ചിട്ട് അതിനെ അല്ലെങ്കിൽ അത്തരത്തിലെ ഏതെങ്കിലും ഒരു ക്ലീവേജ് ഷോയോ അല്ലെങ്കിൽ ക്ലീവേജ് ഷോയൊന്നും ഇപ്പോ ഒന്നുമല്ല. അപ്പോ അത്തരത്തിലുള്ള ശരീര പ്രദർശനം നടക്കുന്ന രീതിയിലുള്ള ഇന്റിമേറ്റ് സീനുകളൊക്കെ നിറച്ചുകൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള ചില സീനുകൾ എങ്കിലും നിറച്ചിട്ടാണ് ഇപ്പോഴത്തെ സിനിമകൾ ഇറങ്ങുന്നത്. അതെല്ലാം കഥാപാത്രത്തിന് ആവശ്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, നമ്മുടെ നാട്ടിൽ അല്പവസ്ത്രം മാത്രം കാണിച്ച് ഏറെ കഥാപാത്രങ്ങൾ ചെയ്തവർ മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. അവര് മാത്രമേ മികച്ച അഭിനേതാവും അഭിനേത്രിയും ഒക്കെ ആയിട്ട് മാറിയിട്ടുള്ളൂ. അവർ മാത്രമേ ആശയങ്ങൾ നമ്മളിലേക്ക് പങ്കുവച്ചിട്ടുള്ളൂ. സംശയം തോന്നുന്ന കാര്യമാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ വസ്ത്ര സ്വാതന്ത്ര്യം ഒക്കെയുണ്ട്. ഇതെല്ലാം ഇരിക്കെ തന്നെ ഇതിനെല്ലാം ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് നമ്മുടെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് കഥാപാത്രങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ അഭിനേതാക്കൾ എന്ന് പറയുന്നത് നമ്മളിലേക്ക് ചില ആശയങ്ങൾ എത്തിക്കുന്നവരാണല്ലോ ഇത്. ഒരു സിനിമയാണെങ്കിൽ പോലും ആ സിനിമയിലൂടെ ചില ആശയങ്ങൾ നമ്മളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അതൊരു പക്ഷെ നർമ്മം കലർന്ന അനുഭവത്തിലൂടെ ആയിരിക്കാം നമ്മളിലേക്ക് എത്തിക്കുന്നത്. ചിലപ്പോൾ ചില കരുത്തുറ്റ കഥാപാത്രങ്ങളിലൂടെ ആയിരിക്കാം എത്തിക്കുന്നത്. പക്ഷേ ഇതേ രീതിയിൽ വളരെ കരുത്തുറ്റ കഥാപാത്രങ്ങളൊക്കെ പണ്ടും ഉണ്ടായിട്ടുണ്ട്. അവർക്കൊന്നും വസ്ത്രത്തിന് കുറവുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ എപ്പോഴും നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. അപ്പോ ചിന്നു ചിലങ്ക ഇനിയും വേദികൾ പിന്നിടട്ടെ. അവരുടെ നാടകം അവർക്ക് ഏറ്റവും ശക്തമായ രീതിയിൽ അവതരിപ്പിക്കാനുള്ള കരുത്തും ഉണ്ടാകട്ടെ. അവരത് ചെയ്യട്ടെ. അവരുടെ പ്രൊഫഷൻ അതാണ്. അവർ പിന്തുടരുന്ന ആശയം അതാണ്. അവർക്ക് നമുക്ക് എന്തായാലും ഐക്യദാർഢ്യമൊക്കെ കൊടുക്കാം. പക്ഷേ ഈ ചില കാര്യങ്ങൾ നമ്മളിലേക്ക് ഈ വിഷയം ക്വസ്റ്റ്യൻ ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് മുഴച്ചു നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ തോന്നിയ കമന്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ തോന്നുന്ന അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.